എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയും SFI നേതാവുമായിരുന്ന അഭിമന്യുവിന്റെ കൊലപാതക കേസിലെ വിചാരണ നടപടികൾ ഇന്ന് ആരംഭിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടക്കുക. കുറ്റപത്രം അനുസരിച്ച് ചുമത്തിയ കുറ്റങ്ങളിൽ മേലുള്ള വാദം പ്രോസിക്യൂഷനും പ്രതിഭാഗം അഭിഭാഷകരും അറിയിക്കും. കേസിലെ പ്രതികളായ 16 ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും ഹാജരാകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. 2018 ജൂലൈ 2 പുലർച്ചെയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. അലി അക്ബർ ഷാ ചേരും വിശദാംശങ്ങളുമായി. അലി, കേസിലെ 16 പ്രതികളും ഹാജരാകണമെന്നാണ് നിർദ്ദേശം. വിചാരണ നടപടികൾ എപ്പോഴാകും തുടങ്ങുക? ആര്യ, 2018 ജൂലൈ 2 മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയും SFI നേതാവുമായിരുന്ന അഭിമന്യുവിനെ ക്യാമ്പസിനകത്ത് വെച്ച് കുത്തിക്കൊലപ്പെടുത്തുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ച ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ നടപടികൾക്കാണ് ഇന്ന് തുടക്കമാകുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ നടക്കുന്നത്. ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള 16 പേർ, അതായത് ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായിട്ടുള്ള 16 പേർ, ഈ 16 പേരും ഇന്ന് കോടതിയിൽ ഹാജരാകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ വാദം പ്രോസിക്യൂഷനും അതുപോലെ തന്നെ ഈ പ്രതിഭാഗം അഭിഭാഷകരും ഈ കുറ്റപത്രം അനുസരിച്ച് ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളിലുള്ള വിശദമായ വാദം അറിയിക്കും. ഈ കുറ്റപത്രത്തിൽ വധശ്രമം, അതുപോലെ തന്നെ കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഈ 16 പേർക്കെതിരെയും കേസെടുത്തിരിക്കുന്നത്. അന്നത്തെ സംഭവത്തിൽ അഭിമന്യുവിന് പുറമെ അഭിമന്യുവിൻ്റെ സുഹൃത്തും ക്യാമ്പസിലെ വിദ്യാർത്ഥിയുമായിരുന്ന അർജുനും അതീവ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ക്യാമ്പസിനകത്ത് പുലർച്ചെയുണ്ടായ സംഘർഷത്തിലാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ എത്തിയത്. പിന്നീട് ഏറെ വിവാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ നഷ്ടപ്പെടലും ഉൾപ്പെടെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിനുശേഷം വലിയ ചർച്ചകൾക്കും വലിയ വിവാദങ്ങൾക്കും ഒടുവിലാണ് ഈ രേഖകൾ പുനഃസൃഷ്ടിച്ചുകൊണ്ട് ഈ കേസുമായുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ നടപടികളാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഈ 16 പേരും കോടതിയിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തു വരുന്നുണ്ട്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇന്ന് വിചാരണ നടപടികൾ തുടങ്ങുക. അലി അക്ബർ ഷായാണ് വിശദാംശങ്ങൾ നൽകിയത്.